ഹലോ ഗൈസ്, വിജയലോക ഡയറീസിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കേരള ടു ലഡാക്കിൻ്റെ രണ്ടാമത്തെ ദിവസം ഞാൻ ഇന്നലെ നീലേശ്വരം നമ്മളുടെ പഴയൊരു വില്ലേജിൽ, ഞാൻ 10 വയസ്സ് വരെ ഇവിടെയായിരുന്നു. അപ്പോൾ ആ ഒരു വില്ലേജിലാണ് ഇപ്പോൾ ഉള്ളത്, നീലേശ്വരം അടുത്താണ്. അപ്പോൾ ഇന്നലെ അവിടെ കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു താമസം. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് സ്ഥലമൊക്കെ ഈ ഒരു സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി നോക്കി കുറച്ച് പഴയ അയൽക്കാരെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നവരെ ഇന്ന് കണ്ട് സംസാരിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഇവിടുന്ന്. ഇത് എൻ്റെ പഴയ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ്. എൻ്റെ പഴയ വീടൊന്നും ഇവിടെ ഇല്ല, അതൊക്കെ പോയി. പഴയ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടൊക്കെ പൊളിഞ്ഞു പോയി. എൻ്റെ പഴയ വീട് അവിടെ സ്ഥലം മാത്രമുണ്ട്. ഇതാണ് പണ്ട് ഞാൻ താമസിച്ചിരുന്ന വീടുണ്ടായിരുന്ന സ്ഥലം. വീടൊക്കെ പണ്ടേ പൊളിഞ്ഞു പോയി. അന്നൊക്കെ പണ്ടത്തെ ഓലപ്പുരയായിരുന്നു. ഇതാ സ്ഥലമാണ്. നോക്കിയേ, തെങ്ങുണ്ട്, പ്ലാവുണ്ട്. പക്ഷേ ഇതിലേക്കുള്ള കറക്റ്റായിട്ടുള്ള വഴിയില്ല, അതുകൊണ്ടാണ് പിന്നെ ഇതിവിടെ ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ പട്ടയഭൂമിയാണ്, കൈമാറ്റം ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിട്ട്. ഓക്കെ, സ്ഥലം കണ്ട ഞാനൊക്കെ കളിച്ച് വളർന്ന സ്ഥലം. ഇവിടെ ഒരു കിണറുണ്ട്. പണ്ട് അച്ഛനും അമ്മയും കുഴിച്ച കിണറാണത്. അവർ രണ്ടുപേരും കൂടി കുഴിച്ചൊരു കിണറുണ്ട് ഇവിടെ. അത് ത്രികോണത്തിലാണ് കിണർ, ചതുരത്തിലല്ല. കിണറൊക്കെ മൂടിപ്പോയി, ഇല്ല ഇപ്പോൾ കിണറുണ്ട്. ഈ കിണറൊക്കെ വെള്ളം ഫുള്ളാണ്. ഇത് ശരിക്കും ഒരു ത്രികോണത്തിലാണ്, കണ്ടില്ലേ? ഇത് പണ്ട് അച്ഛനും അമ്മയും കുഴിച്ച കിണറാണ്. ഒരു ത്രികോണത്തിലാണല്ലോ, വല കാരണം കാണാണ്ടെന്നറിയില്ല. ഇവിടെയായിരുന്നു പണ്ട് വീടുണ്ടായിരുന്നത്. ആ സ്ഥലമാണ്. ഇതാ കിണറുണ്ടല്ലേ. അവിടെ ബാക്കിലൊക്കെ കുളമൊക്കെ ഉണ്ട്. ബാക്കിലൊക്കെ പിന്നെ പറമ്പാണ്, വേറെ ആൾക്കാരുടെ പറമ്പ്. അവിടെ ഒന്നും വീടില്ല തോന്നുന്നു ഇപ്പോഴും. പണ്ടും ഉണ്ടായിരുന്നില്ല. ഇവിടെ ചെറിയൊരു കുളം പോലെ ഉണ്ട്. ആകെ കാടായി. ഇടയ്ക്ക് ഞാൻ വരുമ്പോൾ ഇവിടെയൊക്കെ വരും. കണ്ട ഒരു കുളം. ഓക്കെ, അതൊക്കെയാണ് സ്ഥലം. പിന്നെ അവിടെ അടുത്തുള്ളവരൊക്കെ ഒന്ന്, അവിടെയൊക്കെ ആൾക്കാരുണ്ടാവണാവോ ഇന്ന്. പിന്നെ വർക്കിംഗ് ഡേ കാരണം എല്ലാവരും ഓരോ ജോലിക്കൊക്കെ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഇവിടെ ഇപ്പോൾ അടുത്തുള്ള താമസമില്ല. പണ്ടുണ്ടായിരുന്നവർ ഇടയ്ക്ക് വന്ന് വീടൊക്കെ ക്ലീൻ ചെയ്ത് പോകുക തോന്നണം. അങ്ങനെ ഒരു വീട്ടിൽ പോയി. അവിടെ ഒരു അച്ഛനമ്മ ഉണ്ടായിരുന്നു. ഇവിടെ ഒരാളുടെ ഇട്ട ലാബ്. ഈ ഒരു കിണർ മറക്കൂല. ചെറുപ്പത്തിൽ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു സ്ഥലമില്ലേ, ഇവിടെയൊക്കെ ആയിരുന്നു കളിച്ചിരുന്നത്. ഇവിടെ ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കിണർ. ഇവിടെയൊക്കെയായിരുന്നു നമ്മളെ കളിസ്ഥലമൊക്കെ. അവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഓക്കെ, വീട്ടുകാരൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ചിലർക്ക് ഇഷ്ടാവില്ല വീഡിയോ അങ്ങനെ എടുക്കും. അപ്പോൾ ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ വരുന്ന വെള്ളമാണ്. കേരള ടു ലഡാക്ക് യാത്ര വന്നിട്ട് നാട്ടിൽ വരാൻ പറ്റി, അതാണ് വെറൈറ്റി. അങ്ങനെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി സംസാരിച്ച് ഇനി ഇവിടുന്ന് പോകാൻ നോക്കട്ടെ. അങ്ങനെ വീടുകളൊക്കെ കയറി ഇറങ്ങി പരിചയക്കാരെയൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഉച്ചയായി. അങ്ങനെ പോകാൻ വേണ്ടി ഇന്നലെ താമസിച്ചിരുന്ന വീട്ടിൽ തന്നെ എത്തി. ഇതാരാണ്? പേര് പറ. എന്ത്? ചോറ് കഴിക്കാം നീ? ഓക്കെ. ചോറ് കഴിക്കാന്നാ പറയണവ. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ചിട്ടേ ഇവിടുന്ന് ഇറങ്ങണം. കാരണം ഏതായാലും 1 മണിയായി. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണം. അടുത്ത ലൊക്കേഷൻ കാഞ്ഞങ്ങാട്. പിന്നെ എൻ്റെ ഇവിടുത്തെ പഴയ സ്കൂളൊക്കെ ഒന്ന് കാണണം. അങ്ങനെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോവുകയാണ്. രാവിലെ പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ വന്ന് ഉച്ചയായി. ഇവരോട് രാവിലെ യാത്രയൊക്കെ പറഞ്ഞാണ്. ലാസ്റ്റ് ഇവ ഉച്ചയ്ക്ക് ചോറിനാൻ വരുമ്പോൾ ഞാനിവിടെ വീട്ടിൽ അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് പോവുകയാണ്. അവരുടെ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഓക്കെ, അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഈ നാട്ടുവഴിയിലൂടെ ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ആ ഭാഗത്തേക്കാണ് പോണത്. സ്കൂളിൻ്റെ ഭാഗത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് സ്കൂളൊക്കെ കണ്ട് അങ്ങനെ
നമ്മൾ കാഞ്ഞങ്ങാടാണ് അതിനടുത്ത റൂട്ട്. കാഞ്ഞങ്ങാട് നമ്മൾ പരിചയത്തിൽ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ കാഞ്ഞങ്ങാട് വഴിയാണ് എൻ്റെ കേരള ടു ലഡാക്ക് യാത്രയുടെ അടുത്ത ഘട്ടം. അപ്പോൾ ഇപ്പോൾ സമയമാണെങ്കിൽ ഏകദേശം 1:45. ഇവിടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഈ റോഡിലൊക്കെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. ഈ റോഡൊന്നും മറക്കില്ല. അങ്ങനെ കേരള ടു ലഡാക്ക് യാത്രയുടെ 2ാം ദിവസം ഇങ്ങനെയായി. ഞാൻ പറഞ്ഞില്ലേ, യാദൃശികമായിട്ടാണ് ഈ ഒരു റൂട്ടിൽ ഞാൻ എത്തിയത്. പക്ഷെ വന്നതിൽ സന്തോഷമുണ്ട്. ഇവരൊക്കെ കാണാൻ പറ്റി, എല്ലാവരും കാണാൻ പറ്റി, നാട്ടിൽ വരാൻ പറ്റി. ഞാനിപ്പോൾ അടുത്തൊന്നും ഈ വഴി വരണമെന്ന് വിചാരിച്ചിരുന്നല്ല. എന്തായാലും ഇവിടെയൊക്കെ വരാൻ പറ്റി. ഓക്കെ, ഇനി ഇവിടുന്ന് റൈറ്റാണ് പോണത്. ഇത് ചേടി റോഡ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്ന് റൈറ്റ് പോയി പിന്നെ അവിടെയാണ് വാഴുന്നറോടി എന്നുള്ള സ്ഥലത്താണ് സ്കൂള്. ഞാൻ രാവിലെ പോകുന്ന വിചാരിച്ച് എനിക്ക് ഉച്ചയ്ക്കുള്ള ചോറൊക്കെ പാക്ക് ചെയ്ത്. അയ്യോ, എനിക്കതാകെ ഒരു വിഷമമായി, എന്തിനാ അങ്ങനെ ചെയ്തതെന്നുള്ളത്. എനിക്ക് ഉച്ചയ്ക്കുള്ള ചോറ് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉച്ചയ്ക്ക് പാക്ക് ചെയ്ത ചോറാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് ഇവിടുന്ന്, അവരുടെ വീട്ടിൽ നിന്ന് തന്നെ. കാരണം ഞാൻ എല്ലാവരെയും കണ്ടു, അടുത്തുള്ള അയൽവാസികളെയൊക്കെ കണ്ട് അവരെ ഒരുപാട് സംസാരിച്ച്. അങ്ങനെ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ അമ്മ ഇല്ല, അമ്മ മരിച്ച കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുപാട് നേരം വൈകി. അങ്ങനെയാണ് ഉച്ചയായത്. അവന് എന്തായാലും കുഴപ്പമില്ല, ഏതായാലും വന്നതല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്കൂള്. അങ്ങനെ സ്കൂളിൻ്റെ മുന്നിലെത്തിയിട്ട് അതാണ് ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ. ഇതാണ് സ്കൂളിൻ്റെ ബോർഡ് കാണിച്ചതാണ്, GHS ഉപ്പിലിക്കൈ. ഇത് ഭയങ്കര നൊസ്റ്റാൾജിയും നല്ല ഫീലൊക്കെ കിട്ടുന്ന ഓർമ്മകളൊക്കെ ഉള്ള എൻ്റെ ബാല്യകാലത്തെ സ്കൂളാണ്. 5ാം ക്ലാസ് വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചിരുന്നത്. ഇതൊന്നും മറക്കില്ല അളിയാ. ഇതൊക്കെ ഞാനിവിടുന്ന് വിട്ടുപോയതുകൊണ്ട് എനിക്ക് ഇവിടെ വരുന്നതും ഇത് സ്കൂളും അങ്ങനെയൊക്കെ കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയാണ്. എപ്പോഴെങ്കിലല്ലേ ഞാൻ ഈ വഴിക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ്, 2019 ശേഷം 2019 ശേഷം 2026 ഇന്നാണ് ഞാൻ ഈ ഒരു റൂട്ടിലെത്തിയിരിക്കുന്നത്. അവിടെ ഇന്ന് വർക്കിംഗ് ഡേ ആണ്, സ്കൂളൊക്കെ ഉണ്ട്, അതിനുള്ളിലേക്കൊന്നും ശരിയാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് പോവാം. ഇവിടെയുള്ള അങ്ങാടി ഒക്കെ നമുക്ക് അറിയുന്ന പഴയ റേഷൻ കട ഉണ്ടായിരുന്ന സ്ഥലം, അതൊക്കെ നമ്മൾ മറക്കില്ല മക്കളെ. ഇവിടെ വലിയൊരു ചേടി കമ്പനി ഉണ്ട്, അത് ഈ റൂട്ട് തന്നെയാണ്. ഇവിടെ ആയിരുന്നു അതിൻ്റെ പഴയ വലിയൊരു കുഴിയാണ്. ഞാനിവിടെ എൻ്റെ അംഗനവാടി ഇവിടെ ആയിരുന്നു, ഈ ഒരു ഭാഗത്തായിരുന്നു അംഗനവാടി. ഇപ്പോൾ ആ ബിൽഡിങ് അവിടെ ഒന്നുമില്ല. ഒരു പാമ്പല്ലേ. ഓക്കെ, ഒരു ചെറിയൊരു പാമ്പ് വണ്ടിയുടെ മുന്നിൽ ചാടിയതാണ്, വണ്ടി കയറിയില്ല. ഓക്കെ, ഇവിടുന്ന് തിരിക്കാം. ഇവിടെ ആയിരുന്നു പണ്ടത്തെ അംഗനവാടി ഉണ്ടായിരുന്നത്. അംഗനവാടിയൊക്കെ പോയി ഇപ്പോൾ അവിടെയൊക്കെ വീടുകളായി. ആ പാമ്പ് എവിടെ? പാമ്പ് പോയാ? അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു, അത് പോയി. നമ്മുടെ ഏരിയ ആയിരുന്നു ഇതൊക്കെ. സ്കൂളിലൊക്കെ നടന്നു വരികയല്ലേ. പിന്നെ ഇവിടെയൊക്കെ പണ്ട് സൈക്കിളൊക്കെ വാടകയ്ക്ക് കൊടുത്തിരുന്നു പണ്ട്. പിന്നെ പഴയ റേഷൻ കട അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഒരു ആ ബിൽഡിങ് അവിടെ പഴയൊരു റേഷൻ കടയായിരുന്നു. നമ്മളറിയുന്ന ആൾ അവിടെ ഉണ്ട്, മഹേഷേട്ടൻ ആളെന്ന് കാണാം. ഞാൻ ചന്ദ്രികേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഞാൻ മൂപ്പര് ആള് പറഞ്ഞ് വണ്ടിയായിട്ട് പോയിരിക്കുകയാണ്. ഞാൻ ഷിബുവിൻ്റെ അവിടെ ആയിരുന്നു, ഞാൻ വേറെ വഴിക്ക് പോവുക. അപ്പോൾ നീലേശ്വരൻ്റെ ചെയ്തിട്ടാണ് പോകുന്നത്.
അപ്പോൾ എന്തായാലും വൈകുന്നേരം ആയി ഇന്നലെ. അപ്പോൾ ശിവു പറഞ്ഞു എന്നാൽ ഇന്ന് രാത്രി ഇവിടെ കിടന്നോ, നാളെ പോവാറ്. അങ്ങനെ ഓക്കെ. എന്താണ് വിശേഷം? അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം സംസാരിച്ച്. അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് മഹേഷേട്ടൻ. പിന്നെ അവിടുന്ന് അങ്ങനെ ഞാനിപ്പോൾ കാഞ്ഞങ്ങാട് റൂട്ടിനാണ്. നമ്മൾ ഈ ഒരു ഏരിയയിൽ കൂടെ തന്നെ പോവാം. ഇവിടെ പണ്ടൊരു കട ഉണ്ടായിരുന്നു, കൃഷ്ണേട്ടൻ്റെ കട. പക്ഷെ ഇപ്പോൾ അതിൽ കടയൊന്നും ഇല്ല തോന്നുന്നു. ആ ബിൽഡിങ് ഇപ്പോഴും അതേപോലെ ഉണ്ടാണാവോ, നമുക്ക് നോക്കിയേക്കാം. നമ്മൾ പഴയ ഇത് തന്നെ അളിയ ആ ബിൽഡിങ് അതേപോലെ. വേണ്ട, ആ ബിൽഡിങ്ങാണ് കൃഷ്ണേട്ടൻ്റെ കട ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ചായക്കട ഉണ്ടായിരുന്നു പണ്ട്, അതിൻ്റെ സൈഡിൽ. ഇത് കൃഷ്ണേട്ടൻ്റെ പലചരക്ക് കട. ചായക്കട എന്താ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് 2 റുപ്യയായിട്ട് ചായക്കുള്ളൂ. ചായക്ക് 2, പഴംപൊരി 2, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ കഴിച്ച ഓർമ്മയുണ്ട്. പിന്നെ അന്ന് ചായക്ക് 2 റുപ്യയാണെങ്കിൽ ഇന്ന് 12 റുപ്യക്ക് ചായ കൊടുക്കണ ചായക്കടയിൽ ചായ അടിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ചായയും ജ്യൂസൊക്കെ ഉണ്ടാക്കലല്ലേ വർക്ക്. ഓക്കെ, ഇവിടുന്ന് അപ്പുറത്തൂടെ തോന്നുന്നു. ഞാൻ ഈ കട കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നേ. എന്തായാലും നേരെ അങ്ങോട്ടും കൂടി ഒന്ന് പോയേക്കാം. നമ്മുടെ പഴയൊരു പരിചയത്തിലുള്ളൊരു ഫാമിലി വീടുണ്ട് അവിടെ. ഈ ഒരു ഭാഗത്തുള്ള ഈ കായലില്ലേ, അതൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു വേണ്ട പുഴ അടിപൊളിയാണ്. ഇവിടെ പണ്ട് മീൻ പിടിക്കാനൊക്കെ വരും ഇവിടെ. ചൂണ്ടലൊക്കെ ആയിട്ട്. അന്ന് ചെറുപ്പമല്ലേ, ചൂണ്ടലൊന്നും കൊടുങ്ങില്ല. നമ്മൾ ചൂണ്ടലൊന്നും വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മറ്റേ ഇതില്ല, സൂചി പിന്നില്ല, ആ പിന്ന് വളച്ച് കെട്ടിയിട്ട് കോർത്തിട്ടൊക്കെ വന്നിരുന്നു. ഓക്കെ, നല്ല കാറ്റ്, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. മുന്നോട്ട് പോവാം. കാഞ്ഞങ്ങാടാണ് അടുത്ത ലൊക്കേഷൻ. ഞാൻ കാഞ്ഞങ്ങാട് പോയി. പക്ഷേ കാഞ്ഞങ്ങാട് നമ്മുടെ അറിയണ ഒരു ചേച്ചിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരെ കാണാൻ പറ്റിയില്ല. കാരണം അവർ ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കോള് പിന്നെ തിരക്കായ കൊണ്ടായിരിക്കും കോൾ എടുത്തിട്ടുണ്ടായില്ല. കാരണം ഷോപ്പ് ഏതാണെന്ന് അറിയാതെ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കാഞ്ഞങ്ങാട് വഴി വരികയാണെങ്കിൽ തിരിച്ച് വരുമ്പോൾ കാണാമെന്നുള്ള ധാരണയിൽ ഞാനിതാ മംഗലാപുരം റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ NH ഒക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ടല്ലോ. അവിടെ കുറച്ച് പണി ബാക്കിയുണ്ട്, അവിടെ ക്ലോസ്ഡ് ആണ്. ഈ റൂട്ട് കുഴപ്പമില്ല. എന്തായാലും ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെയാണ് മാപ്പിൽ കാണിക്കുന്നത്. പക്ഷെ ഞാൻ സമയം അത്ര ഉണ്ടെങ്കിലും ഞാൻ ചിലപ്പോൾ ഒരുപാട് നിർത്തിയിട്ട് നമ്മളൊന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ട് കൂടുതലും യാത്ര പോകാറുള്ളൂ. അല്ലെങ്കിൽ നല്ല സ്പീഡിൽ വേഗം അങ്ങോട്ട് ഭയങ്കര വെപ്രാളം പിടിച്ച് പോക്ക് അങ്ങനെയൊന്നുമില്ല. മഴ ഇല്ലാതിരുന്നാൽ ഒന്നും കൂടി നൈസായി. മഴ ഉണ്ടെങ്കിൽ പിന്നെ റെയിൻ കോട്ടൊക്കെ ഇടണം. ഓക്കെ, നല്ല റോഡ്. ഇവിടെ ഒന്നും മഴ പെയ്തിട്ടില്ലേ? മഴ പെയ്തിട്ട് കുറേ ആയി തോന്നുന്നു. ഇന്ന് പെയ്തിട്ടില്ലേ? അതോ ഉണങ്ങിപ്പോയതോ? എന്തായാലും നല്ല കാലാവസ്ഥ. ഒക്കെ മുന്നോട്ട് പോവാം. അങ്ങനെ ഞാനിതാ കാസർഗോഡ് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ മംഗലാപുരം റൂട്ടിൽ തന്നെയാണുള്ളത്. ഒരുപാട് പേര് ഇന്നലെ, ഒന്നാമത്തെ ദിവസമായി ഇന്നലെ, ഒരുപാട് പേര് വിഷസൊക്കെ പറഞ്ഞിട്ട് സേഫായിട്ട് പോയി വാ, നല്ല യാത്രയായിരിക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല ഒരുപാട് വിഷസൊക്കെ പറഞ്ഞിരുന്നു. അത് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് മംഗലാപുരം സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ മംഗലാപുരം കഴിഞ്ഞിട്ടാണെങ്കിലും എവിടെയെങ്കിലും സേഫായിട്ടോ അല്ലെങ്കിൽ പമ്പിലൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മുന്നോട്ട് പോവാം. അങ്ങനെ കേരളം കഴിഞ്ഞപ്പോൾ കർണാടകയിലേക്ക് എത്തിയിരിക്കുകയാണ്. കർണാടക അവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദൂരമായിട്ടോ ഇവിടെ കർണാടകയിലെത്തിയിട്ട് കുറച്ച് സമയമായി. ഒരുപാട് പേര് വഴിയിൽ നിന്ന് കാണുന്നവരും ബൈക്കിൽ പോകുമ്പോൾ കാറിലാണെങ്കിലും ഹോൺ അടിച്ചിട്ട് ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ ഹാപ്പി ജേണി പറയും. ഞാനിപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുത്തൻ വന്നിട്ട് കുറേ സംസാരിച്ചു. അവൻ പോയതാണ്, മുമ്പ് പോയതാണ് കേരള ടു ലഡാക്ക്. അതേപോലെ ഒരു ഡോക്ടറെ കണ്ടു, അവർ മുമ്പ് പോയിട്ടുണ്ട്.
ആൾ കാറിങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു വണ്ടിയിൽ നിന്ന് ബാഗ് എന്തെങ്കിലും കെട്ടായിട്ട് അഴിഞ്ഞ് അങ്ങനെ ഞാൻ സ്ലോ ആക്കിയപ്പോഴാണ് അവർ ഞങ്ങൾ സൈഡാക്കി കുറച്ച് നേരം സംസാരിച്ച്. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ പോയിട്ടുണ്ട്, 1 വർഷം മുന്നേ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള എന്താ പറയുക സൗഹൃദങ്ങൾ ഈ ഒരു യാത്രയിൽ ഒരുപാട് പേര് പോയവരും പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറയുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോവാം. ഇപ്പോഴും അതെ, ഒരാൾ സൈഡാക്കിയിട്ട് കുറേ സംസാരിച്ച് ഒറ്റയ്ക്കാണോ പോണേന്നൊക്കെ ചോദിച്ചിട്ട് ആൾ പോയി. പിന്നെ വണ്ടിയിലായിരുന്നു സംസാരിച്ചുകൊണ്ട് പിന്നെ ക്യാമറ ഓൺ ആക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പിന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പിന്നെ ശരിയാവില്ല. എവിടെയെങ്കിലും നിർത്തിയിട്ടൊക്കെ ആണെങ്കിൽ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തേ. ഏതാ ഒരു പാലം 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 അങ്ങനെ കന്നഡ പകുതി ഹിന്ദിയും വെച്ചിട്ടാണ് നോർത്തിലേക്ക് പോകുന്നത്. പകുതിയില്ല, നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലവിടെ സംസാരിക്കും. പിന്നെ എന്താ അധികം ആളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും അറിയില്ല. ആരെയൊക്കെ കണ്ടുമുട്ടും ഈ ഒരു യാത്രയിൽ, നമ്മളുടെ അനുഭവങ്ങൾ എന്തായിരിക്കും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും പോയി നോക്കാം. ഓക്കെ, അപ്പോൾ മംഗലാപുരം എത്താറായി. ശരിക്കും മംഗലാപുരം മെയിൻ സെൻറ്റർ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ നേരെ ഉടുപ്പി ടച്ച് ചെയ്തിട്ടാണ് പോണത്. മംഗലാപുരം മെയിൻ സെൻറ്റർ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നേരെ NH 66 തന്നെയാണ്. അപ്പോൾ ഉടുപ്പി റൂട്ടിലാണ് ഇനി യാത്ര. ഇനിയിപ്പോൾ നൈറ്റ് അവറായി. ഞാൻ എവിടെയെങ്കിലൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യണം. നൈറ്റ് ഡ്രൈവ് വല്ലാതെ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പറ്റിയൊരു സ്ഥലം എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യണം. ഇപ്പോൾ പെട്രോൾ പമ്പാണെങ്കിലും ഈ നേരത്തൊന്നും അങ്ങനെ സമ്മതിക്കില്ലല്ലോ. നൈറ്റൊക്കെ അല്ലേ കൂടുതലും, ഒരു 9 മണിയോ അതിന് ശേഷമൊക്കെയാണ് കൂടുതലും ടെൻ്റ് അടിക്കാനൊക്കെ സമ്മതിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ആദ്യം എന്തെങ്കിലും കഴിക്കാൻ നോക്കണം. വിശന്നിട്ട് വയ്യ. വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര വിശപ്പ് വന്നു. അപ്പോൾ ഓക്കെ, എന്തായാലും ഉടുപ്പി റൂട്ടിന് കുറച്ച് മൂവ് ചെയ്തിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ടെൻ്റ് അടിക്കാനുള്ള സംഭവങ്ങളൊക്കെ സ്റ്റേ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഓക്കെ, സമയം ഇപ്പോൾ 6:45 ആയി. ഓക്കെ, അങ്ങനെ ഞാൻ ഉടുപ്പി റൂട്ടിലാണ് ഉള്ളത്. സമയം ഇപ്പോൾ 8:30 മണി ആവാറായി. അപ്പോൾ ടെൻ്റ് അടിക്കാൻ പമ്പ് എന്തെങ്കിലും നോക്കണം. പിന്നെ ഞാൻ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. പമ്പിലിപ്പോൾ ഇതിനൊരു ഏകദേശം ഒരു 9 മണിയാകുമ്പോഴൊക്കെ പോയി ചോദിച്ചു നോക്കി, ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നല്ല വേറെ എവിടെയെങ്കിലും നല്ലൊരു സൈറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ ടെൻ്റ് അടിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടി ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്ഥലം നോക്കാം. ഞാനൊരു നല്ലൊരു ബസ് സ്റ്റോപ്പ് പോലുള്ളൊരു സ്ഥലത്ത് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ ഇരുന്നു. ഓക്കെ, അടുത്ത പരിപാടി ഉറക്കം. അങ്ങനെ ഞാനൊരു പെട്രോൾ പമ്പിൽ ചെന്നിട്ട് ടെൻ്റ് അടിക്കണ കാര്യം പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള ഓണർ സമ്മതിച്ചു. അങ്ങനെ അവരെനിക്ക് സ്ഥലം കാണിച്ചു തന്നു, ഒരു തറ പോലുള്ള സ്ഥലം. നിലത്താണെങ്കിൽ മഴ പെയ്താലും പ്രശ്നമാണല്ലോ, ഒരു തറ പോലുള്ള സ്ഥലത്ത് ടെൻ്റ് അടിക്കാൻ അവസരം തന്നു. അപ്പോൾ ഞാനവിടെ ടെൻ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്ത പരിപാടി ഉറങ്ങാനുള്ള സെറ്റപ്പ് നോക്കുകയാണ്. മഴ പെയ്യാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. വാട്ടർ പ്രൂഫ് തന്നെയാണ് ടെൻ്റ്. എന്നാലും എന്തെങ്കിലും വിധത്തിൽ ഇനി ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും വിധത്തിൽ ഇനി വെള്ളവും കയറുമെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും കണ്ടറിയാം. ടെൻ്റ് അങ്ങോട്ട് അടിച്ച് തീരലും ഒടുക്കത്തൊരു മഴ പെയ്ത്. വാട്ടർ പ്രൂഫാണ്, പക്ഷെ അത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഓക്കെ, എന്തായാലും ഗുഡ് നൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേരള ടു ലഡാക്കിൻ്റെ 2ാമത്തെ ദിവസം. ഇപ്പോൾ 2ാമത്തെ ദിവസമായ ഇന്ന് ഒരു പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ചിരിക്കുന്നു. അയാൾ പറഞ്ഞ് അവിടുത്തെ ഒരു പെട്രോൾ അവിടെ വർക്ക് ചെയ്യണ ഒരു സ്റ്റാഫ് പറഞ്ഞ് ഇന്ന് മഴ പെയ്തിട്ടേ ഇല്ല. ഇത് മുഖത്ത് വേർപ്പാണ്. ഞാൻ പെട്ടെന്ന് ഇതൊക്കെ അടച്ചപ്പോഴേ പെട്ടെന്ന് വേർത്താണ്. അല്ല മഴ തന്നെയല്ല, ഇവിടെ ലീക്കൊന്നുമില്ല, കണ്ടില്ലേ, വെള്ളമൊന്നുമില്ല. ടോർച്ച് ലൈറ്റൊക്കെ ഇതിലുണ്ട്, ബാഗിലുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എടുക്കാം.
ഇനിയിപ്പോൾ ലൈറ്റൊക്കെ തെളിച്ച് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. ഒരു നല്ലൊരു മഴ പെയ്ത് തോർന്ന് കണ്ട പുറത്ത് കണ്ടില്ലേ വെള്ളം. ഉറങ്ങാൻ പോവുകയാണ്. ബാക്കി യാത്ര നാളെ. ഇത് ഉടുപ്പി എത്താറാവുന്നുള്ളൂ. അതിനിടയ്ക്ക് ഒരു പമ്പിലാണ് ടെൻ്റ് അടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസത്തെ കാഴ്ചകളുമായിട്ട് വരാം. ഓക്കെ.